ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ കുറച്ച് കൂർക്കതാ ഇതുപോലെ തുണിക്കകത്തിട്ട് ഇങ്ങനെ തല്ലിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൂർക്ക ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. കൂർക്ക ഇതുപോലൊരു തുണിയിലിട്ട് ഇങ്ങനെ തല്ലി കഴിയുമ്പോഴത്തേക്കിന് കൂർക്കയുടെ തൊലിയൊക്കെ ഇതുപോലെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് കത്തി കൊണ്ട് പതുക്കെ ആ ഒരു ചെറുതാക്കി ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മാത്രം മതി കേട്ടോ. പല രീതിയിലൊക്കെ കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാവേ. ഞാൻ പൊതുവേ ഇങ്ങനെയാണ് കേട്ടോ കൂർക്ക എപ്പോൾ കിട്ടിയാലും ക്ലീൻ ചെയ്തെടുക്കുന്നത്. നല്ലൊരു തുണിയിൽ, നല്ല തുണിയല്ല, ഒരു കോട്ടൺ തുണി, നമുക്ക് ഉപയോഗമില്ലാത്തൊരു കോട്ടൺ തുണിയിൽ നമ്മളിതുപോലെ കൂർക്ക ഇട്ടിട്ട് ഇങ്ങനെ തല്ലി കൊടുത്തു കഴിയുമ്പോൾ കൂർക്കയുടെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൂർക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് കേട്ടോ. അപ്പം നമുക്ക് കൂർക്കയൊക്കെ വേഗം ക്ലീൻ ചെയ്തെടുക്കാവേ. കൂർക്കൊക്കെ ഇഷ്ടമില്ലാത്ത ആരല്ലേ ഉള്ളത്? എല്ലാവർക്കും തന്നെ കൂർക്ക ഇഷ്ടമാണ്. കൂർക്കയിൽ ഒരുപാട് വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂർക്കയൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂർക്ക തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എപ്പോഴും കൂർക്ക ഞാൻ ചെയ്യുന്നത് മെഴുക്കുരട്ടിയൊക്കെ ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ ഇന്ന് വിചാരിച്ച് നല്ലൊരു തോരൻ വെച്ചാലോ എന്ന്. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. തേങ്ങയും പിന്നെ പെരിഞ്ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകം. പിന്നെ പട്ടയില്ലേ, പട്ട, ഒരു വലിയ പട്ട ഞാൻ ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കുറച്ച് മുളക് പൊടി, പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണേ. അപ്പം അതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി ചേർക്കാൻ വിട്ടുപോയി കേട്ടോ. വെളുത്തുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലേ. അപ്പം ഞാൻ സാധാരണ വെളുത്തുള്ളി ചേർക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ തിരക്കായതുകൊണ്ട് രാവിലെ വീഡിയോ എടുത്ത കൂട്ടത്തിൽ വെളുത്തുള്ളി ചേർക്കാൻ വിട്ടുപോയേ. അപ്പോൾ അതെല്ലാം ഒതുക്കിയെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കൂർക്ക തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് കടുകിട്ട് കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണേ. അപ്പോൾ അങ്ങനെ കടുകൊക്കെ ഇട്ട് കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്കിന് ഒരു ചെറിയ വറ്റൽമുളക് കട്ട് ചെയ്തിട്ടതാണ്. വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഒരു ചെറിയ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണേലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനൊരു ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം ഒന്ന് പതുക്കി ഇളക്കിയതിന് ശേഷം നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നാക്കി ഒന്ന് ഇളക്കിയെടുക്കാവേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ കൂർക്ക തോരന്. കൂർക്ക തോരൻ വെച്ചാലും മെഴുക്കുരട്ടി വെച്ചാലും ഒക്കെ ഇഷ്ടമില്ലാത്ത ആരല്ലേ ഉള്ളത്? ഒട്ടുമിക്ക മലയാളികൾക്കും പ്രിയപ്പെട്ട ഒന്നാണ് കൂർക്ക എന്ന് പറയുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ കൂർക്ക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക. എങ്ങനെ വെച്ചാലും ഇഷ്ടമാണ്. മെഴുക്കുരട്ടി വെക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇതുപോലെ തോരൻ വെച്ചാലും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അരപ്പൊക്കെ ഇട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതാ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൂർക്കേനെ കൂടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് കൂർക്ക കറി വെക്കുന്നതൊക്കെ ഇഷ്ടമാണോ? അപ്പം കൂർക്ക ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് വേഗം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കൂർക്കയും കൂടി ഇട്ട് കൊടുക്കുവാണേ. കൂർക്ക ഇട്ട് കൊടുത്ത് പതുക്കെ ഇളക്കിയതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അങ്ങനെ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നമ്മളിങ്ങനെ ചേർക്കുമ്പോൾ കൂർക്ക വേണമെങ്കിൽ നേരത്തെ വേവിച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ തോരനാക്കി എടുക്കാം കേട്ടോ. ചില കൂർക്കയ്ക്കൊക്കെ ചിലപ്പം നല്ല വേവുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൂർക്കയൊക്കെ ആണെങ്കിൽ നമ്മൾ വേഗം ഒന്ന് വേവിച്ച് വെച്ചിട്ട് നമ്മളിതുപോലെ തോരൻ വയ്ക്കുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എൻ്റെ ഇപ്പം ഈ കൂർക്ക പെട്ടെന്ന് വേകുന്ന കൂർക്കയായിരുന്നു കേട്ടോ. ഞാൻ ഒരു തവണ വെച്ച് നോക്കിയപ്പോൾ പെട്ടെന്ന് വെന്ത്. അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കൂർക്ക വേവിച്ചിട്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാവേ. ചില കൂർക്ക ഇതുപോലെ വെള്ളമയം കൂടുതലുള്ള കൂർക്കയൊക്കെ ആണെങ്കിൽ വേകാൻ ഒരുപാട് താമസം ഉണ്ടാവുമല്ലോ. അപ്പം ഈ കൂർക്ക അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അടച്ചു വെച്ചൊരു 3-4 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് നമ്മുടെ കൂർക്ക വേവാൻ ഒഴിച്ച വെള്ളമൊക്കെ ചെറുതായി പറ്റി വരുന്നുണ്ട്. വീണ്ടും ഞാൻ അതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഞാൻ അടച്ചു വെച്ചു കേട്ടോ.
അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ പതുക്കെ ഒരെണ്ണം ഒന്ന് എടുത്ത് നോക്കുവാണ് വെന്തിട്ടുണ്ടോയെന്നേ. അപ്പോൾ വെന്തിട്ടുണ്ടോയെന്ന് നോക്കി കഴിഞ്ഞപ്പം ഒരെണ്ണം എടുത്ത് ഇങ്ങനെ കയ്യിലിങ്ങനെ ഞെക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഏകദേശം വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഇരിക്കുന്ന വെള്ളവും കൂടെ വറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിന് കൂർക്ക നന്നായിട്ട് വെന്ത് കിട്ടുവേ. ഞാൻ വീണ്ടും അടച്ചു വെച്ചു കേട്ടോ. വീണ്ടും അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന്ന് ആ വെള്ളമൊക്കെ പറ്റി നമ്മുടെ കൂർക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള കൂർക്ക തോരൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കൂർക്ക തോരൻ്റെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ. അപ്പം നമുക്കിനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരുടെ അടുത്തും ടാറ്റാ ബൈ ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.